നമസ്തേ. മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ ഈ 4 പുസ്തകങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് ഗോസ്പൽ, സുവിശേഷം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത്. ഇതിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് കഥ തുടങ്ങുന്നത് മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം മറിയ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നാണ്. മറിയ എന്ന് പറയുന്ന സ്ത്രീ അവൾ യോസഫിന് പ്രതിശ്രുത വധുവായിരിക്കെ അവളുടെ വിവാഹ സമ്മതം കഴിഞ്ഞു. എന്നാൽ അവർ സഹവസിക്കും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അതായത് യോസഫ് കെട്ടാനിരുന്ന മറിയനെ ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഈ സാധനം ഗർഭിണിയാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണേ. മറ്റൊരാളുടെ പെണ്ണിനെ ഗർഭിണിയാക്കണ ആത്മാവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതാണ് ദൈവം. ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ പേരാണത്. അപ്പോൾ കയ്യിലിരിപ്പം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ പിന്നീട് അയാളത് മനസ്സിലാക്കുന്നു. ഇവൾ ഗർഭിണിയാണ്, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹി ഡിസൈഡഡ് ടു കോൾ ഓഫ് ദ മാരേജ്. അതായത് വിവാഹം വേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ തീരുമാനിച്ച് അയാൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉറക്കത്തിൽ തന്നെ ഇയാളുടെ ഭാര്യനെ ഗർഭിണിയാക്കിയ ആൾ ഉറക്കത്തിൽ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞാൽ, ഞാനാണ് നിൻ്റെ ഭാര്യനെ ഗർഭിണിയാക്കിയത്, നീ അവളെ ഭാര്യയാക്കാൻ ശങ്കിക്കേണ്ട. അതായത് നീ അവളെ ഭാര്യയാക്കണമെന്ന്. നോക്കൂ, നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന് വെച്ചാൽ ഒരു സ്ത്രീ വിവാഹ സമ്മതമൊക്കെ നടത്തിയ ആൾക്കാർക്കൊക്കെ ചോറൊക്കെ വിളമ്പി സദ്യയൊക്കെ കൊടുത്ത് കല്യാണം കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിശ്രുത വധു വന്നിട്ട് പറഞ്ഞേ നിങ്ങളോട്, ചേട്ടാ ഒരു ചെറിയൊരു കയ്യബദ്ധം, ഞാൻ ചെറുതായിട്ടൊന്ന് ഗർഭിണിയായിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു, ഗർഭിണിയായ കണ്ടവൻ്റെ കൊച്ചിൻ്റെ തന്തയാകാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് ഒഴിയണേ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? നിങ്ങൾക്ക് ന്യായമായ കാര്യമല്ലേ? നിങ്ങൾക്ക് ആ കല്യാണം വേണ്ടെന്ന് പറയാമല്ലോ. ഇതെന്താണ്? പക്ഷേ ബൈബിൾ പ്രകാരം ജോസഫ് ചെയ്യണ തെറ്റാണ്. അതാണല്ലോ ദൈവം വന്ന് തിരുത്തുകയുള്ള ജോസഫിനെ. സ്വപ്നത്തിൽ വന്ന് തിരുത്തണേ. സ്വപ്നം കണ്ടതിന് ശേഷം ജോസഫ് അവളെ കല്യാണം കഴിക്കുന്നു. അതായത് കണ്ടവൻ്റെ കൊച്ചിൻ്റെ തന്തയാവണം, അതാണ് ശരി ഈ ദൈവത്തിൻ്റെ മുമ്പിൽ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ പ്രതിശ്രുത വധുവിനെ ഗർഭിണിയാക്കിയവൻ തന്നെ നിങ്ങളോട് വന്നിട്ട് കെട്ടട അവളെന്ന് പറഞ്ഞേ, എൻ്റെ കൊച്ചിനെ വളർത്തടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടുമോ? അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരായി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണ് പുരുഷ സങ്കല്പം ബൈബിളിൽ. ഇന്നത്തെ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഇത്ര ഗതികെട്ടവന്മാരായെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിലെ മൂല കാരണം ബൈബിളാണ്. ഇത് മനസ്സിലാക്കാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഉള്ള സഹോദരൻ